90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. സ്നേഹസ്വര മാധുരിയുടെ അഴകിന്റെ വസന്തം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് സിലബസിലെ 5 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ് 90+ മൈ ട്യൂഷൻ ആപ്പ്. വർണ്ണവീതിയിലെ സ്നേഹനിറവ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ, മുകേഷ് അങ്കിൾ. വർണ്ണവിരുന്നിന് ലയവിന്യാസവുമായി നമ്മുടെ പ്രിയപ്പെട്ട ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. മനസ്സിനെ തൊട്ടുണർത്തുന്ന രാഗസൗന്ദര്യവുമായി കണ്ണൂരിൽ നിന്നും ഹനൂന എത്തുന്നു. വെൽക്കം ഹനൂന ഓൺ സ്റ്റേജ്. ഏത് പാട്ടാ മോളെ പാടുന്നത്? വേനലിൽ ഒരു മഴ എന്ന മൂവിയിലെ വാണിയമ്മ പാടി ഏതു പന്തൽ കണ്ടാലും. ഏതു പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ, ഏതു മേളം കേട്ടാലും അത് നാഗസ്വരമേളം. ഇങ്ങനല്ലേ? ഇങ്ങനല്ലേ? നാദസ്വരം മേളം കറക്റ്റാണ്. ബാക്കിയെല്ലാം തെറ്റിപ്പോയി. ബാക്കിയൊക്കെ ശരിയായി. നാദസ്വരം മോളെ ഞാൻ ചുമ്മാ കോമഡി ആയിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഏതു പന്തൽ കണ്ടാലും അത് കല്യാണ പന്തൽ, ഏത് മേളം
അനു എന്താണിത്, തകർത്തല്ലോ. താങ്ക് യു സർ. ഗംഭീരായി, നല്ല പവർഫുൾ വോയിസ്. താങ്ക് യു. ശബ്ദം നല്ല ഇടിച്ചു നിപ്പുണ്ട് ശബ്ദം. അതുപോലെ തന്നെ നല്ല ബ്രെത്ത് കൺട്രോൾ. കാരണം ചില വരികളൊക്കെ വന്നിട്ട് വീണ്ടും തിരിച്ച് റിപ്പീറ്റ് വരുമ്പോൾ ആ വരിയുടെ പകുതി വരെ കൊണ്ടുവരുന്നത് അത് നല്ല കൺട്രോൾ ഇല്ലെങ്കിൽ പറ്റത്തില്ല. പിന്നെ രണ്ടാമത് തുണ്ടുവല്ലി പാടിപ്പൊക്കെ ഗംഭീരമായി. പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങ് കസറായിരുന്നു. എസ്പെഷ്യലി ആ സംഗതി ഉണ്ടല്ലോ, അങ്ങനെ പന്തിരടി തൊഴിൽ പാടിയിടുമ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് പാടി മോളെ. താങ്ക് യു സർ. നന്നായിട്ട് മനസ്സിലാവും. പഠിച്ചിട്ട് വന്നതാണോ അതോ വെറുതെ പഠിച്ചു വന്നതാണോ അതോ ആത്മാർത്ഥതയുണ്ടോ അതിനകത്ത് പാടുന്നതിൽ, അതിനകത്ത് ഡെഡിക്കേഷൻ ഉണ്ടോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാവും. ഇപ്പം വളരെയധികം ശ്രദ്ധിച്ചാണ് മുമ്പോട്ട് പോകുന്നത്, വളരെ കറക്റ്റായിട്ടുള്ള വഴിയിലാണ് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ജഡ്ജസിനും അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ട്. ഹനു ഈസ് ലീഡിങ് ടുവേഴ്സ് ദ ഫൈനൽസ്. ഞങ്ങളിപ്പോഴേ ഫൈനലിലോട്ട് പോകുന്ന പോലെ നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ. വെരി താങ്ക് യു. താങ്ക് യു. ഒരു കുട്ടി പാടുന്നതിലുള്ള കോൺഫിഡൻസ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ നടന്നു വരുമ്പോൾ തന്നെ ഉണ്ട് ഒരു എന്താ പറയാ, ഞാൻ ഇന്ന് ശരിയാക്കി തരാമെന്നുള്ള രീതിയിലാണ് വരുന്നത്. എന്തായാലും വളരെ നന്നായിട്ട് പാടി മോളെ. ഇത് സ്റ്റേജിൽ പാടാൻ അത്ര ഈസി ആയിട്ടുള്ള പാട്ടല്ല, വളരെ വിഷമം പിടിച്ച പാട്ടാണ്. വാണിയമ്മ അതുപോലെയാണ് പാടി വെച്ചിട്ടുള്ളത്, അതുപോലെയാണ് സംഗീതം ചെയ്തു വെച്ചിട്ടുള്ളത് എം.എസ്.വി. സാറ്. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, വളരെ മനോഹരമായിട്ട് മോളിന്ന് സ്റ്റേജിൽ പാടി, ഉഗ്രനായിട്ട് പാടി കേട്ടോ. മോള് ഇന്ന് പാടിയത് വെച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഇതൊന്നും ഈ റൗണ്ടിൽ, അതായത് ഇത്രയും നേരത്തെ ഇതുപോലത്തെ പാട്ടുകൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ പാട്ടുകളും കൊണ്ടുവരുന്നത് മാത്രമല്ല, അത് പാടി ഇങ്ങനെ ഫലിപ്പിച്ചതിന് വലിയൊരു കയ്യടി. താങ്ക് യു സോ മച്ച് സർ. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സോങ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു നല്ല വശം എന്താണെന്ന് വെച്ചാൽ ഈ കോമ്പറ്റീഷൻ എത്രമാത്രം ടൈറ്റ് ആണ്. അതായത് ഈക്വലി കോമ്പറ്റൻ്റ് ആയിട്ടുള്ള 4 അല്ലെങ്കിൽ 3 കുട്ടികൾ ഒരേ പ്രായത്തിലുള്ള എല്ലാവരും ഈക്വലി ഗുഡാണ്. ഈ പോയ പോക്ക് ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. ഹനുവിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കൂടുതൽ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം കുറച്ച് അത്യാഗ്രഹം വന്നു തോന്നി. അതായത് ഇനി ഇതിനേക്കാളും ടഫായിട്ടുള്ള പാട്ട്, ഇതിനെക്കാളും ടഫായിട്ടുള്ള പാട്ടുമായിട്ട് എന്ന് വെച്ചാൽ എപ്പോഴും കടിച്ചാൽ പൊട്ടാത്ത പാട്ടുമായിട്ട് വരരുത്. എല്ലാ ടൈപ്പ് ഓഫ് സോങ്സ് കൊണ്ടുവരണം. ഓ സർ. ഓക്കെ, ഓ എനിവേ സൂപ്പർ. താങ്ക് യു സോ മച്ച് സർ. വളരെ സന്തോഷം. കാരണം നല്ല കോമ്പറ്റീഷനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അനുവിനയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ തുടക്ക ദിവസം മുതൽ തന്നെ എന്തൊക്കെ ടിപ്സാണോ എന്തൊക്കെ കറക്ഷൻസ് ആണോ അത് 100% ഉൾക്കൊണ്ടുകൊണ്ട് റെക്ടിഫൈ ചെയ്തിട്ടാണ് വരുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റും നമ്മളുടെയൊക്കെ ഒരു പ്രതീക്ഷയും. ഒരുപാട് ഇവിടെ വരുന്ന എല്ലാ കണ്ടസ്റ്റൻസും തന്നെ ടിപ്സുകൾ മനസ്സിലാക്കുന്നുണ്ട്. തെറ്റുകൾ അവർ ചെയ്യുമ്പോൾ അത് ഏറ്റുപറയുന്നുണ്ട്. എവിടെയെങ്കിലും തെറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ എങ്ങും തെറ്റിയില്ല എന്നാരും പറഞ്ഞിട്ടില്ല. 1-2 സ്ഥലത്ത് പോയി സാറേ എന്ന് പറഞ്ഞിട്ടുള്ള ചരിത്രമുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ അത് നിഷ്കളങ്കരാണ്. അപ്പം അങ്ങനെ പറയാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കൈയടിച്ചത്. ഇത് വേനലിൽ ഒരു മഴ ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പടമാണ്. ശ്രീകുമാരൻ തമ്പി സാറ് എഴുതി സംവിധാനം ചെയ്ത ഒരു പടമാണ്. ജയന്റെ സൂപ്പർ ആക്ടിങ്ങും ആക്ഷനും, ഒരു എഞ്ചിനീയറായിട്ട് അഭിനയിക്കുന്ന എങ്കിൽ പോലും നല്ല മാൻലിനെസ് ഉള്ള ഒരു ഇതാണ്. ഹീറോ മധുസാറാണ്, ശ്രീവിദ്യ അമ്മയുണ്ട്, സുകുമാരി ചേച്ചിയുണ്ട്. അപ്പോൾ സുകുമാരി ചേച്ചിയെ പറ്റി നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ പരാമർശിച്ചിട്ടില്ല. ഇപ്പോൾ വരുന്ന പടങ്ങളിലെല്ലാം സുകുമാരി ചേച്ചിയുണ്ട്, മറ്റുള്ളവരൊക്കെ ഇല്ലാത്ത പടങ്ങളിലും സുകുമാരി ചേച്ചിയുണ്ട്. സുകുമാരി ചേച്ചിയെ പറ്റി പറയുമ്പോൾ മലയാള സിനിമയുടെ ഒരമ്മയായിരുന്നു എല്ലാവർക്കും. അതായത് നടീനടന്മാർക്ക് മാത്രമല്ല, പ്രൊഡക്ഷൻ ബോയ് തൊട്ട് ചെറിയ ജോലി ചെയ്യുന്ന വലിയ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ തന്നെ എന്താവശ്യത്തിനും ഏത് സമയത്തും വിളിക്കാം. ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞാൽ വിളിക്കാം, വേറെ ഏത് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ സുകുമാരി ചേച്ചി എനിക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളുടെ അമ്മയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ കൂടെ ഷൂട്ടിംഗ് സ്ഥലത്തുള്ളത് കൊണ്ട് നിൽക്കുന്ന ഒരു അമ്മ തന്നെയായിരുന്നു. അപ്പോൾ ആ അമ്മയുമായിട്ടുള്ള ഒരു ചെറിയ ഒരു തമാശ, മോളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇപ്പം ഇത്രയും ഗംഭീരമാക്കിയതുകൊണ്ട് ചുമ്മാ ഒരു ഹ്യൂമറസ് സിറ്റുവേഷൻ. അപ്പം ഞാനും സുകുമാരി ചേച്ചിയും കൂടെ എറണാകുളത്തുനിന്ന് ഒരു കാറിനകത്ത് ഇങ്ങനെ വരികയാണ്. ആലപ്പുഴ വഴി കൊല്ലം വഴി ഇങ്ങനെ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങാണ്. അപ്പം ഞാനൊരു പകുതി ഉറക്കമാണ്. സുകുമാരി ചേച്ചി ഇങ്ങനെ പുറത്തോട്ടം നോക്കിയിരിപ്പുണ്ട്. പെട്ടെന്ന് സുകുമാരി ചേച്ചി
ഭയങ്കര സൈലൻസ് ആണ്. സുകുമാരി ചേച്ചി പറഞ്ഞു, ഞാൻ മലയാളിയാണ് മുകേഷേ, പക്ഷേ മലയാളികൾ കുറച്ച് ഓവറാ. അപ്പം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞു, ചില സമയത്തൊക്കെ ഇവര് കുറച്ച് ഓവറാ. കുറച്ചുകൂടെ കഴിഞ്ഞോളൂ, എന്നാലും ഞാൻ തമിഴ്നാട്ടിലാണ്, ചെന്നൈയിലാണ് താമസിക്കുന്നത്. മദ്രാസിൽ ഇതേ കണക്കുള്ള ആളുകളെ കളിയാക്കുന്ന പരിപാടിയില്ല. അപ്പം ഞാൻ കുറച്ചൊന്ന് സീരിയസ് ആയി. ഞാൻ പറഞ്ഞു, ചേച്ചി എന്താ അങ്ങനെ പറയുന്നു? ഇവിടെ അങ്ങനെ എല്ലാവരും കളിയാക്കത്തൊന്നുമില്ല, വല്ലപ്പോഴും. ഇവിടൊക്കെ കാശ് മുടക്കി മെനക്കെട്ട് ജോലി ചെയ്ത ആൾക്കാരെ കളിയാക്കും. ഞാൻ പറഞ്ഞു, അത് മനസ്സിലായില്ല ചേച്ചി എന്താ പറയുന്നത്? നീ ശ്രദ്ധിച്ചില്ലേ? ഞാൻ ചോദിച്ചു, എന്താണ് ശ്രദ്ധിക്കാൻ? ആലപ്പുഴയിലുള്ള ഏതോ ഒരു മനുഷ്യൻ, അദ്ദേഹം കുറച്ച് തടിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇലക്ഷന് നിൽക്കുന്നു. തടിച്ചത് അയാളുടെ കുഴപ്പമാണോ? അല്ലേ? മനുഷ്യരെല്ലാവരും തടിക്കും. അങ്ങനെ ഒന്ന് തടിച്ചിരിക്കുന്നു, അയാൾ ഇലക്ഷന് നിന്നു. ഈ മതിലൊക്കെ ആളുകൾ കഷ്ടപ്പെട്ട് പെയിന്റും കുമ്മായൊക്കെ വെച്ചിട്ട് തടിച്ച പ്രഭാകരൻ നോട്ട് ചെയ്യുക, തടിച്ച പ്രഭാകരൻ നോട്ട് ചെയ്യുക എന്ന് എഴുതി വെച്ചിരിക്കുന്നു. തെറ്റല്ലേടാ? നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളായ തച്ചടി പ്രഭാകരൻ. ചേച്ചി അത്ര മലയാളം അറിഞ്ഞൂടാത്തോണ്ട് തടിച്ച പ്രഭാകരൻ. ഞാൻ പറഞ്ഞു, ചേച്ചി അടങ്ങ്, നമുക്ക് തെറ്റ് പറ്റി ചേച്ചി. അല്ലല്ല, ഞാൻ കാണുന്നതല്ലേ. ഞാൻ പറഞ്ഞത് തച്ചടി പ്രഭാകരൻ കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. അദ്ദേഹം എപ്പോഴും MLA ഒക്കെ ആവുന്ന ആളാണ്. അത് ശരി. ഒരു സൈലൻസ് വന്നിട്ട് ചേച്ചി പറഞ്ഞു, ഇതൊന്നും ആരടുത്തും പറയണ്ട കേട്ടോ. ഞാൻ ഇന്ന് വരെ ആരടുത്തും പറഞ്ഞില്ല. ഇപ്പോഴും നമ്മളത് രഹസ്യമാക്കി വെക്കണം കേട്ടോ ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മുകേഷേ, സുകുമാരി ചേച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എങ്കിലും എൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ചിത്രമേ എടുത്തിട്ടുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്ത്, അർദ്ധനാരി എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം. അപ്പോൾ അതിനകത്ത് ഓരോ തിലകൻ ചേട്ടനുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ എല്ലാം വിളിക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ, എനിക്ക് ഇത്ര ദിവസം ഇത്ര രൂപ വേണം. ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യേണ്ടത് ചേച്ചിയാണ്. പക്ഷേ എനിക്കൊരു പേടി, ചേച്ചിയെ വിളിച്ച് ഞാൻ എന്ത് ചോദിക്കും എന്നൊരു പേടിച്ചിട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ട്രിവാൻഡ്രത്തെ വീട്ടിൽ രാത്രി 7 മണിയായപ്പോൾ ഞാൻ ചേച്ചിയെ മദ്രാസിൽ വിളിച്ചു. അപ്പോൾ അന്ന് ചേച്ചി ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക. ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേച്ചി ഞാൻ ശ്രീകുട്ടനാണ്. പറ, പൊൽത്തിങ്കൽക്കലെ പൊട്ട് തൊട്ടാ. അപ്പോൾ എന്നെ അങ്ങനെ കളിയാക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു ചെറിയൊരു സിനിമ എടുക്കുന്നു, അർദ്ധനാരി എന്നാണ് പേര്. ചേച്ചിയുടെ ഒരു 10 ദിവസം എനിക്ക് വേണം, ഞാൻ എന്ത് തരണം? കുട്ടാ, എന്നാണ് ഷൂട്ടിങ്? ഞാൻ പറഞ്ഞു, അടുത്ത മാസം 14-ാം തീയതിയാണ് തുടങ്ങുന്നത്. 14-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെ ചേച്ചി വേണം. കുട്ടൻ എഴുതിയിട്ടോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. അപ്പം കുറ്റാലത്തായിരുന്നു ഷൂട്ടിങ്. ഞാൻ പറഞ്ഞു, അങ്ങോട്ട് വന്നപ്പോൾ അല്ല ചേച്ചി റെമ്യൂണറേഷൻ. കുട്ടാ, അതൊക്കെ വിട് കുട്ടാ, കുട്ടൻ എന്തെങ്കിലും എന്താ. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ നിന്നും ഞാൻ അങ്ങനെ കേട്ടിട്ട് ആ ചേച്ചിയെ ഇപ്പം ഞാൻ ഓർക്കുന്നു. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഒരു പ്രസൻസ് മലയാള സിനിമയിലും പാട്ടിലും അതുപോലെ തന്നെ പ്രോഗ്രാംസിലെല്ലാം കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര ഒരു ശുദ്ധ മനസ്സിൻ്റെ ഉടമയാണ് സുകുമാരി ചേച്ചി. ഇപ്പൊ ചേച്ചി നമ്മുടെ കൂടെ ഇല്ല എങ്കിലും ഞാൻ ഈ പറഞ്ഞത് കേട്ട് ഒരിക്കലും ചേച്ചിയുടെ ആത്മാവ് വേദനിക്കത്തില്ല, ചിരിക്കത്തേ ഉള്ളൂ. അത്ര മഹത് വ്യക്തിയാണ് സുകുമാരി ചേച്ചി. സുകുമാരി ചേച്ചി സ്ക്രീനിൽ വന്നു അപ്പൊ തന്നെ. ഹലൂന, ഇന്നത്തെ പാട്ടിന് എന്താണ് ഗ്രേഡ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല. യു ഗെറ്റ് എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സർ. അപ്പൊ ഹനു, കണ്ണീര് വന്നില്ലല്ലോ. വീഴ്ത്തു. വരട്ടെ. എന്ത് പൂക്കുറ്റിയാണ്? സന്തോഷം. സന്തോഷം ഒരു സന്തോഷം പൂക്കുറ്റി. Congratulations, you are awarded a golden crown. Thank you so much. Thank you. ഹനുവിനെ കുട്ടി, ഓൾ ദി ബെസ്റ്റ്. Thank you. ടാറ്റാ. കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് 90+ മൈ ട്യൂഷൻ ആപ്പ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ രാഗവിസ്മയം തീർക്കാൻ കോഴിക്കോട്ട് നിന്നും എത്തുന്നു ശ്രീനന്ദ്. വെൽക്കം ശ്രീനന്ദ് ഓൺ സ്റ്റേജ്. ശ്രീനന്ദ്,
എന്തൊക്കെയുണ്ട് ആൾക്കാരുടെയൊക്കെ ഒപ്പീനിയൻ? ഫ്രണ്ട്സ് ആരെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞോ പാട്ടില്? ഇപ്പൊ സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് അവരുടെ അടുത്ത് ഇങ്ങനെ ഇതൊന്നും ഇല്ല, സംസാരമൊന്നും ഇല്ല. പിന്നെ ചാറ്റൊക്കെ ഫോണില്ലേ ചാറ്റ് ചെയ്യുന്ന പറഞ്ഞ ഗേൾ ഫ്രണ്ട്സ് ആണോ അതോ അല്ലല്ലല്ല ഓൺലി ബോയ് ഫ്രണ്ട്സ്? ഓൺലി ബോയ്സ്. അല്ല ഇനിയിപ്പോ ഗേൾ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഫ്രണ്ട്സ് ഒരു ഗേള് അത്രയല്ലേ ഉള്ളൂ. ആ ഏത് പാട്ടാ മോനെ? സുഖമോ ദേവി. ഏറ്റവും ചെറിയ പല്ലവിയുള്ള പാട്ട് അല്ലേ? നല്ല സൂപ്പർ സോങ് ആണ്. കാരണം രവീന്ദ്രൻ മാഷ്, ONV സാറ് അല്ലേ? ചിത്രത്തിന്റെ പേരും സുഗമോ ദേവി. സുഗമോ ദേവി എന്ന് പറയരുത്, സുഗമോ ദേവി. അപ്പൊ നടക്കട്ടെ, ബാക്കി വിശേഷം ഇത് കഴിഞ്ഞിട്ട് പറയാം. സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി. സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ സുഖമോ, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ സുഖമോ.
കളമൊഴികൾ കുശലം ചൊല്ലും സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ. ശ്രീനാഥ് സാർ നന്നായിട്ട് പാടുവാൻ താങ്ക് യു സാർ. ഇൻബോൺ ആയിട്ടുള്ള ടാലൻ്റ് ഉണ്ട്. കാരണം ആ ടാലൻ്റ് ഉണ്ടെങ്കിലേ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ സംഗീതത്തിൽ. അത് ജ്ഞാനം ഉള്ളിൽ തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് പല പാട്ടുകളും നമുക്ക് മനസ്സിൽ നിന്ന് പാടാൻ പറ്റുന്നത്, ശരീരത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് പാടാൻ പറ്റുന്നത്. മോനിന്ന് ആത്മാവിൽ നിന്നാണ് പാടിയിരിക്കുന്നത്, നന്നായിട്ട് പാടിയിരുന്നത്. താങ്ക് യു സാർ. ഇതിനകത്തുള്ളൊരു ചെറിയ ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദനി സരിഗമ പ അങ്ങനെ മേലോട്ട് അങ്ങ് അറ്റം വരെ പോവും. സുഖമോ ദേവി. അപ്പം മോൻ്റെ ആദ്യത്തെ സുഖം അത്ര സൂചിച്ചില്ല, കാരണം ആ സൂ കേട്ടില്ല. പക്ഷെ പാടിത്തെളിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വോയിസ് വാമപ്പായപ്പം ലാസ്റ്റ് പല്ലവി വന്നപ്പോഴത്തേക്ക് സുഖമായി, സുഖം വന്നു. അതെന്ത് പറ്റിയത്? അത് ഫസ്റ്റ് പാടുമ്പോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് വാമപ്പ് ചെയ്തിട്ട് വന്നാൽ കറക്റ്റായിട്ട് അങ്ങ് പോവും. പിന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് മോന് പാടാൻ കഷ്ടപ്പെട്ടൊരു സ്ഥലം മംഗല നീലാകാശം. പക്ഷെ അവിടെ ONV സാറ് ഓപ്പൺ ഇത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇപ്പം ഗിരീഷ് പുന്തച്ചേരി അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാം ഈ ലിറിക്സിസ്റ്റിന്. അതായത് ഏറ്റവും മേളിൽ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. എനിക്കിത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ? ഇതിനകത്ത് വേറൊരു പാട്ടുണ്ട്, ശ്രീലതികകൾ തളിരിഴുന്നുടയവേ എന്നൊരു പാട്ടുണ്ട്. ഇത് ഞാൻ ഓർക്കസ്ട്രക്കാർ കേൾക്കാൻ വേണ്ടി പറയട്ടെ. ഞാൻ പണ്ട് പാടിക്കൊണ്ടിരുന്നത് മുരളിക്കറിയാമെന്ന് തോന്നുന്നു, ഹൈലെവൻ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്രയാണ് ഞാൻ ആദ്യം പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഇഷ്ടംപോലെ ഗാനമേള, ഒരു മാസത്തിൽ ഒരു 20 ഗാനമേള കാണും. ചെറുപ്പമായതുകൊണ്ട് കോഴിക്കോട് ഗാനമേള കഴിഞ്ഞാൽ പിന്നെ നെയ്യാറ്റിൻകരയായിരിക്കും അടുത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തായിരിക്കും. അപ്പോൾ ആലപ്പുഴ ഒരു ഗാനമേള നടക്കുമ്പോൾ ഞാൻ ഈ പാട്ട്, അപ്പം ഇതിനകത്തൊരു സ്വരമുണ്ട്, സരിമ സരിമപ്പ സരിമപ്പനി സരിമപ്പരി മപരി സരിമപ്പ, അതും പഞ്ചമമാണ് രവീന്ദ്ര മാഷ് കൊണ്ടുവച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഹമ്മിങ് ഒക്കെ വരും, അത് മധുവിനറിയാമോ? അത് അത് തന്നെ. ആ പായെന്നുള്ള സ്ഥലത്ത് ഒരു വെള്ളി വീണിട്ടുണ്ടല്ലോ, വീണിട്ട് ഒരു കൂവലങ്ങോട്ട് കൂവിയിട്ടുണ്ടല്ലോ. ഞാനൊരു ഒരാഴ്ചത്തേക്ക് ഉറങ്ങിയിട്ടേ ഇല്ല. ഉറങ്ങുമ്പോ എല്ലാം ഒരു 10,000 10,000 പേരുടെ ഒരു കൂവല് ആലപ്പുഴ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പാടുമ്പോൾ എനിക്ക് ഒന്നും മറക്കൂല. ഞാൻ അതുവഴി പോകുമ്പോ ഇപ്പോഴും അതവിടെ മുഴങ്ങുന്നതൊന്നും ഇങ്ങനെ കോമഡി അടിക്കല്ലേ. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ശ്രീനന്ദുട്ടാ, സർ മോന്റെ പാട്ട് ഡീറ്റെയിലിംഗ് മോൻ നോക്കിയതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓഫ് കോഴ്സ് പാടുമ്പോൾ ചില കാര്യങ്ങൾ സ്ലിപ്പൊക്കെ വന്നു, പക്ഷെ മോൻ അത് മനസ്സിലാക്കി, അതായത് എന്തൊക്കെ ആ പാട്ടിൻ്റെ അകത്ത് ചെറിയ കുഞ്ഞു സംഭവങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ മോൻ ശരിക്കും ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി അത് പഠിച്ചതായിട്ട് എനിക്ക് ശരിക്കും മനസ്സിലായി. കാരണം നീലാകാശത്തിൽ 4 സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? നീ ഉണ്ട്, പൂപ്പീലി പൂ 3 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് ആ 4 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് എല്ലാം മോൻ കറക്റ്റായിട്ട് രണ്ടും ഏതാണ്ട് ഒരുപോലെ അപ്രോക്സിമേറ്റ് ആയിട്ട് പാടി വിടാതെ എല്ലാം നന്നായിട്ട് തന്നെ മോൻ നോക്കി. പിന്നെ അഫ്കോഴ്സ് ഹൈ പോകുന്ന സമയത്ത് മോന് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അത് നീലാകാശത്തിൽ ആദ്യത്തെ പ്രാവശ്യം വന്നെങ്കിലും രണ്ടാമത്തെ പാടിയപ്പോൾ മോൻ്റെ അത് ക്ലീൻ ആയിട്ട് വന്നു. അപ്പം എനിക്ക് മനസ്സിലായി അതൊന്നും പഠിച്ചതിൻ്റെ കുഴപ്പമല്ല, ആ ഒരു സമയത്ത് പറ്റിപ്പോകുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ, അതൊന്നും കുഴപ്പമില്ല. സുഖമോ ദേവി എന്ന് മോൻ പാടുമ്പം എന്തുകൊണ്ട് കേട്ടില്ല എന്ന് മനസ്സിലായോ? എന്തുകൊണ്ട് കേട്ടില്ല? ബേസ് ആവുമ്പോ അപ്പൊ എന്താ ചെയ്യാ? ബേസ് പാടി പഠിക്കണം. അതൊന്ന്, അത് ബേസിക് മോൻ പഠിക്കേണ്ട ഒരു കാര്യം. അതല്ല, അത് സ്റ്റേജിൽ വരുമ്പം സൂ എന്ന് പാടുമ്പം മൈക്ക് ഏറ്റവും അടുത്ത് വെക്കുക. എന്നിട്ട് അത് അടുത്ത് വെച്ചിട്ട് ആ സൂ കേൾക്കുന്ന രീതിയിൽ ആണ് സൗണ്ട് എഞ്ചിനീയർ വോളിയം സെറ്റ് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഹൈ പോകുമ്പം അതിനനുസരിച്ച് മൈക്ക് ദൂരെ വെക്കണം. ഇല്ലെങ്കിൽ ഹൈ പാടുമ്പോൾ മോൻ വളരെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എഞ്ചിനീയറിന് അത് വളരെ ലൗഡായിട്ട് തോന്നും. അപ്പം ലെവൽ കുറയ്ക്കും. അപ്പം ആ ഹൈനനുസരിച്ച് ലെവൽ കുറച്ച് കഴിഞ്ഞാൽ ലോ പാടുന്നത് കേൾക്കാതെ പോകും.
അവിടെയാണ് മോന്റെ സൂ കാണാതെ പോയത്. അപ്പൊ നെക്സ്റ്റ് ടൈം മോൻ ഹൈ പാടുന്ന ലൈൻ വരുന്ന സമയത്ത് ദൂരെ വെച്ച് സൗണ്ട് എഞ്ചിനീയറിന് റിഹേഴ്സലിന്റെ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലെവല് സെറ്റ് ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മണികണ്ഠ ആ അസലായിട്ട് പാടിയുന്ന Thank you, sir. Thank you. ഉഗ്രനായിരുന്നു. ഇതെന്താ രണ്ടുപേരും ഒരുപോലത്തെ വേഷം ഇട്ടിരിക്കണേ? ആ രണ്ടുപേരും ജാക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഓ ഞങ്ങള് ഭയങ്കര നല്ല കൂട്ടായതുകൊണ്ട് നമ്മൾ ആണോ? പ്ലാൻ ചെയ്തു. എന്തായാലും ഇന്നത്തെ കോസ്റ്റ്യൂം കലക്കിയിട്ടുണ്ട് ശ്രീനന്ദ്. താങ്ക് യു. അപ്പൊ മോനിന്ന് അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ഇപ്പൊ ദീപുവങ്ങൾ പറഞ്ഞു അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ, മൈക്ക് അടുപ്പിച്ച് വെക്കണതും അകത്തി പിടിക്കണതും അത് തന്നെ കയ്യിൽ ചെയ്യാം, അല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഹൈ പിച്ച് പോകുമ്പോൾ മൈക്ക് അകത്തി കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്ക്, അല്ലാതെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം വോയിസസ്. സുഖമോ ദേവി സുഖമോ ദേവി, ഇങ്ങനെ രണ്ടു തരത്തിലും ചെയ്യാം. നമ്മുടെ വോയിസ് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക, നമ്മൾ തന്നെ വോളിയം കുറയ്ക്കുക കൂട്ടുക. മനസ്സിലായോ? ഫീല് പോവാതെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസിലൂടെ മോൻ അത് കിട്ടും പിന്നീട്. ഇപ്പോഴേ ട്രെയിൻ ചെയ്താൽ വളരെ നല്ലത്. ഓക്കെ, ബ്രില്യൻ്റ് ആയിട്ടുള്ള സിംഗർ ആണ് മോൻ. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. മോനെ ശ്രീനന്ദൻ, സർ. ഇവിടെ ഈ പാട്ടിനെ പറ്റി ഒരുപാട് ചർച്ചകൾ, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇപ്പം മോൻ്റെ ഒരു സൂ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് വേണു നാഗവള്ളി എന്ന് പറഞ്ഞ ഡയറക്ടർ കം എഴുത്തുകാരൻ കം പാട്ടുകാരന് ഒരു വിഷമവും തോന്നത്തില്ല. കാര്യം ആ സൂ ആ ഫീലിനകത്ത് ഇച്ചിരി ലയിച്ച് പോകാം, അതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷേ പാടുമ്പോഴത്തേക്ക് അങ്ങനെ ഇവരെ ടെക്നോളജി വെക്കണം. പക്ഷേ പറയുമ്പോൾ സുഖമോ ദേവി ആ സൂ ഇച്ചിരി ഒന്ന് ആ ഫീല് വരാം. ഈ സിനിമ ശരിക്കും ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ്. ക്യാമ്പസിൻ്റെ അവിടെ ആരും കാണാതെ ഒരു ക്യാമറ ഒളിച്ചു വെച്ചിട്ട് എടുത്തതുപോലെ ഉണ്ടായിരുന്നു ആ സിനിമ. അതാണ് ആ സിനിമ ഇത്രയും വിജയിക്കാൻ കാരണം. മോഹൻലാലിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കെയർലെസ് ലൈഫ്, റെക്ലെസ് ലൈഫ്, മോട്ടോർ ബൈക്കിൽ വരുന്നു, അങ്ങനെ വരുന്നു, എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എല്ലാ കോളേജിലും ഒരാൾ കാണും. അപ്പോൾ അയാൾ നമുക്ക് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ദുഃഖം, അത് ആ സിനിമയിൽ നല്ല വ്യക്തമായിട്ട് കണ്ടു. ഇതൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് മോഹൻലാലിൻ്റെ പേര് സണ്ണി എന്നാണ്. എന്നാൽ സണ്ണിയുടെ ചേട്ടനായിട്ട് അഭിനയിക്കുന്ന ഒറിജിനൽ KPSC സണ്ണിയാണ്. അപ്പോൾ സണ്ണി മരിച്ചു കിടക്കുമ്പം KPSC സണ്ണി അറിഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഇതൊക്കെ നടന്ന കഥയാണെന്നാണ് വേണു നാഗവള്ളി പറഞ്ഞത്. വേണു നാഗവള്ളി ഇങ്ങനെ സണ്ണിയുടെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്നു, മരിച്ചു കിടന്നപ്പോൾ സണ്ണിയുടെ ചേട്ടൻ വന്ന രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് സിഗരറ്റ് കത്തിക്കാൻ പറ്റുന്നില്ല. കാര്യം അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോഴും ഒരു ആക്ടർ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ അത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം സിഗരറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വിറച്ചിട്ട് കത്തിക്കാൻ പറ്റുന്നില്ല, വലിക്കുന്നത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് ഡയലോഗൊന്നും വേണ്ട. ഞാനത് വേറെ പിൽക്കാലത്തിൽ 1-2 സിനിമയിൽ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം വിജയിച്ചിട്ടുണ്ട്. കാര്യം നമ്മളുടെ മനസ്സ് ബോഡിയുമായിട്ട് നിൽക്കാത്ത ചില സന്ദർഭങ്ങൾ വരും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മനോഹര മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയാണ്. വീണ്ടും ഈ സിനിമയെ പറ്റിയും പാട്ടിനെ പറ്റിയും ഒക്കെ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു കാലഘട്ടത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. മീനുകുട്ടി ഡെയിലി ഷൂട്ടാന്നുള്ള വിവരമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഈ ടോപ്പ് സിംഗർ അല്ലാത്ത സമയത്ത് പിന്നെ കണ്ണൂർ, പാലക്കാട് ഇങ്ങനെ ഓടി നടന്നുള്ള ഷൂട്ടാണ്. അതിന് എന്താണ് മീനുകുട്ടി? ഞാൻ ഓടിയാ ഇവിടെ അവിടെ വരെ. അല്ല, എന്താണ് ഈ എല്ലാ ദിവസവും ഷൂട്ട് എന്ന് പറയുന്നത്? എന്താണ് പരിപാടി? ഇപ്പൊ സിനിമയൊന്നും ആര് പറഞ്ഞു? ഫിലിമൊക്കെ തുടങ്ങി, സ്റ്റാർട്ടപ്പായി തുടങ്ങി. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാവുന്നു? ആർക്കും പടം ഇല്ലെങ്കിലും മീനുകുട്ടിക്ക് എപ്പോഴും ഉള്ള പടം മുഴുവൻ മീനുകുട്ടിയാണ്. നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മീനുട്ടിയെ പറ്റി എന്തോ ഒരു കമന്റ് കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, ഭയങ്കര വൈറലായിട്ടുണ്ട്. എന്താ വരിക്കാശ്ശേരി മനയെ പോയെന്നോ? അതറിഞ്ഞില്ലേ? ശ്രീകുട്ടി അറിഞ്ഞില്ലേ? ഇല്ല. ഓ ഭയങ്കര കേരളം ഇളക്കി മറിച്ചോണ്ടിരിക്കില്ലേ? എന്താ സംഭവം? ഇല്ല, അത് ഞാൻ നമ്മുടെ പാലക്കാട് ഞാൻ കണ്ടു. അത് ശരിക്കുള്ള ആനയാണോ അതോ വെറുതെ? അയ്യോ, ശരിക്കുള്ള ആനയാ. ആണോ? അപ്പൊ അതിന്റെ നമുക്കൊന്ന് കാണാം. കണ്ടാ? ഒറിജിനലാ. അവിടെ എന്തോ കാലിന്റെ അവിടെ എന്തോ എന്തെന്ന് പേടിച്ചിട്ട് ഒന്നുമില്ല. അത് ഒറിജിനൽ ആനയാണ്. ഞാൻ തൊട്ടു. അല്ല, അവിടെ നനഞ്ഞു കിടക്കുന്നു, മണ്ണ് നനഞ്ഞു അത് കിടക്കണ്ടല്ലേ? നിഴല് വരുന്നതാ. ആനയെ കണ്ടിട്ട് പേടിച്ച് ഓടാൻ തോന്നിയോ? ഇല്ല, തോന്നിയില്ല. ആന ഇവളെ കണ്ട് ഓടിക്കണം. മീനുട്ടി ഇവന് എന്ത് കൊടുക്കണം ഗ്രേഡ്? മീനുട്ടി ഒരു 2.5-3 വർഷമായില്ലേ ഇതിനകത്ത് നിൽക്കുന്നത്? ഒരു ഏകദേശം ഐഡിയ വെച്ച് ഏത് ഗ്രേഡ് ആയിരിക്കും? ട്രിപ്പിൾ ആണോ എക്സ്ട്രീം ആണോ? എക്സ്ട്രീം ആണോ? അപ്പൊ അനൗൺസ് ചെയ്തോളൂ. സൂ അല്ലേ പോയത്? എക്സ്ട്രീം. അപ്പോ ശ്രീനന്ദ് കുട്ടാ സർ. നന്നായിട്ട് പാടി.
അല്ലറ ചില്ലറ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ശ്രീനാഥ് കുട്ടന് ഇന്ന് തരുന്ന ഗ്രേഡ് താങ്ക് യു സർ, താങ്ക് യു. മീനൂട്ടി ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, എന്നിട്ട് ഞാൻ പിന്നെ മാറ്റണ്ടായിരുന്നു. ആടി ഒരു മീനൂട്ടി മണ്ടപ്പൂക്കുറ്റി. Congratulations, you are awarded Thank you, sir. a triple wow. താങ്ക് യു സർ. Wow. Wow. And wow. താങ്ക് യു സർ. ഒറ്റ അടി വെച്ച് കൊടുത്തിട്ട് ഇല്ലടാ, പൊക്കോ പൊക്കോ. നന്ദുട്ടാ, ട്രിപ്പിൾ വാക്ക് അടിച്ചില്ലേ? നല്ല രസമുണ്ട്, മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു സ്റ്റേജിൽ കാണാൻ. ഇത് ആരാ ഈ ഡ്രസ്സ് എടുത്തന്നെ? ഇത് അച്ഛൻ. അച്ഛനാണോ? ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കി എടുക്കണം. ഓക്കെ, അപ്പൊ ടാറ്റ. അടിപൊളിയായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യട്ടോ. ഓക്കെ. കേരള സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 90+ മൈ ട്യൂഷൻ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ നോർമൽ ട്യൂഷൻ ഫീസ് കൊടുക്കുന്നതിനെക്കാട്ടിലും വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഓരോ ചാപ്റ്റേഴ്സും ആനിമേറ്റഡ് വിഷ്വൽസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. +1 കുട്ടികളുടെ ബയോളജി ക്ലാസിന്റെ വിഷ്വൽസ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അടുത്തതായി ഫ്രോഗിന്റെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാം. നൈട്രോജനസ് വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലൂടെയാണ്. എ പെയർ ഓഫ് കിഡ്നീസ്, യൂറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, ക്ലോയേക്ക എന്നിവ ചേർന്നതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇതുപോലെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ വേഗം തന്നെ പോയി 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇന്നിവിടെ കുട്ടി പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള 90+ മൈ ട്യൂഷൻ ആപ്പ് ലിറ്റിൽ ജീനിയസ് ക്വിസ് സെഗ്മെന്റ് ആണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജീനിയസുകൾക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ചോദ്യം ഇതാ. ഒരു കോശം മാത്രമുള്ള ജീവികളുടെ പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ഓർഗാനിസംസ് വിത്ത് വൺ സെൽ? ആൽഗെ, ആൽഗകൾ. മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, ബഹുകോശ ജീവികൾ. യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, ഏകകോശ ജീവികൾ. നൺ ഓഫ് ദീസ്, ഇവയൊന്നുമല്ല. അപ്പൊ എല്ലാ കൂട്ടുകാരും 90+ മൈ ട്യൂഷൻ ആപ്പിൽ ഇന്ന് 10 മണിക്ക് മുമ്പായി ശരി ഉത്തരം രേഖപ്പെടുത്തുക. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കുട്ടി ജീനിയസിന് 5000 രൂപ ക്യാഷ് പ്രൈസ്. 90+ ഇന്ത്യൻ ലിറ്റിൽ ജീനിയസ് ക്വിസ് കോമ്പറ്റീഷനിൽ ഇന്നലത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകി വിജയം കരസ്ഥമാക്കിയ കുട്ടി ജീനിയസ് ജസ്ന എസ്. പത്തനംതിട്ട അടൂർ സെന്റ് മേരീസ് MMG HSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജസ്ന 90+ പത്തനംതിട്ട അടൂർ ഡീലർ ഹബിൽ വെച്ച് ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങി. ജഡ്ജസ്, നമുക്കൊന്നൊരു സ്പെഷ്യൽ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ബസ്സിലൊക്കെ പോകുമ്പം കാണുന്ന കണ്ടക്ടർ ഇല്ലേ, അപ്പൊ അതുപോലൊരു കണ്ടക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, വിളിക്കട്ടെ? അപ്പൊ പിന്നെ കണ്ടാ ഞെട്ടിപ്പോ. ഓക്കെ, ജഡ്ജസിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഒന്ന് വിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ഷോ ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഇവിടെ വരണം. ഞാൻ ഞെട്ടു. അങ്കിള് പിന്നെ ഞെട്ടി തരിച്ചു. ഞാൻ റെഡി ആയിരിക്കാം ഞെട്ടാൻ. ഓക്കെ, വിളിക്കട്ടെ? വെൽക്കം കണ്ടക്ടർ ഓൺ സ്റ്റേജ്. ചേച്ചി ഒരു വെള്ളപ്പൂവും ഞാൻ തരുവാ. ചേച്ചി ഒരു ചായ. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? വേദായിപ്പിള്ള. വേലായപ്പില്ല. ഓ, കണ്ടക്ടറാന്ന് തോന്നുന്നല്ലേ? അതെ. എങ്ങോട്ടേക്കുള്ള ബസ്സാ? എങ്ങോട്ടാ പോണ്ടേ? കോട്ടയം പോവോ? ഓ, ഇത് എന്താ കടലയാണോ? അതെ, കടല. കടലൊക്കെ സേഫ് ആണോ അവിടെ കഴിക്കുന്നത്? അതെ, സേഫ് ആണ്. ആണോ? ചേച്ചി, എനിക്ക് ഇതേപോലെ ഒരു കടലയും വെള്ളയപ്പം. അതെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട്. ഓ, ശരി. പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്? അതെ, വിശേഷമൊന്നും പറയാതെ ഒന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് ഒന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ബസ് പെട്ടെന്ന് പോയിക്കോളൂ. അയ്യോ, ഞാൻ ആദ്യം ഞെട്ടി. മീനൂട്ടി, ഓ, ഞാനൊന്ന് ഞെട്ടിക്കോട്ടെ? പിന്നെന്താ? അയ്യോ, ഇതാരാ ഇത്?
ഓ എങ്ങനെ താങ്ങുന്നത് അതെ ഇത് മൈക്ക് തൂക്ക് ഏത് റൂട്ടിലായി വണ്ടി ഓടുന്നത്? കൊല്ലത്തൂടാണോ അതോ കോഴിക്കോടാണോ വാമനപുരമാണോ? ഞാൻ പറയാം കട്ടപ്പന, മലപ്പുറം, ബാംഗ്ലൂർ, കോട്ടയം. എത്ര രൂപ മോളെ കട്ടപ്പനന്ന് കോട്ടയം വരെ? 20 രൂപ വാങ്ങാം. 20 രൂപ മതിയോ? 20 രൂപ കട്ടപ്പനന്ന് കോട്ടയം വരെ. ആ. ഞാൻ ഇന്ന് ഈ കണ്ടക്ടറിനെ കുറച്ചു നേരം മുമ്പേ കണ്ടിരുന്നു. ഓ അതാ ഞെട്ടാഞ്ഞ. അതെ, ഞാൻ കണ്ട് ശരിക്കും അപ്പൊ എന്റെ ഞെട്ടലൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്നെ ഞെട്ടിക്കാൻ വേണ്ടി എന്റെ വാ പൂട്ടാനായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് തന്നു. അപ്പൊ ഞാനങ്ങ് അത് ദയിച്ച് വരുമ്പോഴേക്ക് ആ കുറെ നേരം അങ്ങ് കഴിഞ്ഞു. എങ്ങോട്ടാ പോണ്ടേ? കോട്ടയം പോവോ? ഓ ഇത് എന്താ കടലയാണോ? അതെ കടല. കടലൊക്കെ സേഫ് ആണോ അവിടെ കഴിക്കുന്നത്? അതെ സേഫ് ആണ്. ആണോ ചേച്ചി? എനിക്ക് ഇതേപോലെ ഒരു കടലയും വെള്ളയപ്പം. അതെ, വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട്. ഓ ശരി. പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്? അതെ, വിശേഷമൊന്നും പറയാതെ ഒന്ന് പെട്ടെന്ന് കഴിച്ചിട്ടൊന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ബസ് പെട്ടെന്ന് പോയിക്കോളൂ കേട്ടാ. വേലായപ്പൻ പിള്ളേ, ഇതാണിപ്പോ വേലായപ്പൻ പിള്ള, ഇതാണ് പറഞ്ഞ സംഭവം അല്ലേ? ശരി ശരി, ഇനി പാട്ടിലേക്ക് കിടക്കാം. ഏതാണ് മോൾ ഇന്ന് പാടാൻ പോകുന്നത്? തള്ളു 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 വണ്ടി. കന്നാസ് വണ്ടി? അതെ. തല്ലിപ്പൊളി വണ്ടി? അതന്നെ. ശരി, അപ്പം നമുക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് പാട്ട് തുടങ്ങാം. ഓക്കെ, എനിക്കുള്ള ടിക്കറ്റ് മീനി ചേച്ചിക്ക് കൊടുത്തു. കോട്ടയം 4 ഫുള്ള്. അതെ 1 2 3 അപ്പൊ ഞാൻ വരണേ. ഓ അപ്പൊ 5 ഫുള്ള്. 5 ഫുള്ള് അത് ഹാഫ് അല്ലേ? അപ്പൊ 4 ഫുള്ള് ഒരു ഹാഫ്. 4:30. അപ്പൊ ടിക്കറ്റ് എടുത്തല്ലോ? ഓ എടുത്തെടുത്തെടുത്ത്. ശരി, അപ്പൊ യാത്ര തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. തള്ളിൻകുടമൊരു ഡ്രൈവർ, പള്ളകൾ വിട്ടൊരു ക്ലീനർ, തള്ളിക്കേറ്റം കേറ്റും നേരം തുള്ളി വിറയ്ക്കും മോട്ടാർ. പാപ്പാ മഗടി മാമാ ഗടി സാ പാ പാ പാ. തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. ആളുകളും തുന്നീരം കാളക്കൂട്ടര പോലെ ചീറ്റും, ഐ ചീറും ഐ തുമ്മും ഐ എന്ന പിന്നെ ചത്തതുപോലെ കിടക്കും റൂട്ടിൽ. തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. ബാറ്ററി എന്നത് വേണ്ട വേണ്ട, സ്റ്റാർട്ടിംഗ് ഹാൻഡിൽ വേണ്ട വേണ്ട, നട്ടും വേണ്ട വോൾട്ടും വേണ്ട പെട്രോൾ പോലും വേണ്ട. ബാറ്ററി എന്നത് വേണ്ട, സ്റ്റാർട്ടിംഗ് ഹാൻഡിൽ വേണ്ട, നട്ടും വേണ്ട വോൾട്ടും വേണ്ട പെട്രോൾ പോലും വേണ്ട. പാപ്പാ മഗടി മാമാ ഗടി സാ പാ പാ പാ. തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. അടിയും തല്ലും ചെണ്ടയ്ക്ക്, പണവും കാശും മാരാക്ക്, തള്ളും മെയിലും പിള്ളേർക്ക്, പണവും സ്റ്റൈലും ഡ്രൈവർക്ക്. അയ്യോ തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. തള്ള 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 തല്ലിപ്പൊള്ളി വണ്ടി, തള്ള 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 തള്ളി മീനാക്ഷി വണ്ടി, ഈ
മീനാക്ഷി വണ്ടി ചെല്ല് 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 മീനാക്ഷി വണ്ടി ചെല്ല് ചെല്ല് അങ്ങത്തയെ മീനാക്ഷി വണ്ടി ചെല്ല ചെല്ല ചെല്ല് ചെല്ല് മീനാക്ഷി വണ്ടി. ആ മൈക്കൊന്ന് താത്തിപ്പിടി, മുഖം ഒന്ന് കാണട്ടെ. അതെ. അതെ. ഈ സ്വരം ഇത് എങ്ങനെ ഇരുന്നു? ഇത് പഠിച്ചു തന്നെ പഠിച്ചു. എത്ര ദിവസം എടുത്തത് പഠിക്കാൻ? കൊറേ ദിവസം പഠിച്ചു. രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ രാത്രി ഫുള്ള് ഇരുന്ന് പഠിക്കും. ആഹാ. പിന്നെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവും. ഓർമ്മ. എഴുതാൻ അറിയോ മോക്ക്? എഴുതാൻ അറിയില്ല. വായിക്കാൻ അറിയോ? വായിക്കാനും അറിയില്ല. അറിയില്ല. ഇത് രണ്ടും അറിഞ്ഞൂടാതെ ഇത് എങ്ങനെയാ ദൈവമേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും ഫ്ലവേഴ്സിനെ എഴുതി അറിയിക്കണം. ഇതുപോലത്തെ അത്ഭുത പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികളാണ് നമുക്ക് ഈ സീസൺ 2-ലുള്ളത്. ഒരു രക്ഷയില്ല. നിന്നെ ഞാൻ എന്ത് വിളിക്കണം? ഒരുപാട് മനസ്സിൽ ഒരുപാട് പേരുകളൊക്കെ വരുന്നു. ഏതെങ്കിലും പേര്. ഞാൻ മുട്ടായി എന്ന് വിളിക്കട്ടെ? മുട്ടായിയാ? ആ, എന്റെ മുട്ടായി കുട്ടിയല്ലേ? കൂടെ കൂടെ വന്ന് ഞാൻ നക്കും. അതെ, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റും. ഞാൻ കവളത്ത് വന്നിട്ട് നക്കും. എന്തായാലും മോള് നന്നായിട്ട് പാടി മോള്. നല്ല രസമായിട്ട്. ഈ പ്രായത്തിൽ ഇതിൽ കൂടുതലൊന്നും പറ്റില്ല, ആർക്കും പറ്റത്തില്ല. ഇതിനകത്ത് കുറച്ച് സ്വരങ്ങളും ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. കാരണം ഇത്രയും ഓർത്ത് വെച്ച് ഓരോ ബീജിയം കഴിയുമ്പോഴും കറക്റ്റായിട്ട് അവസാനം ഒരു സാധനമൊക്കെ എടുത്തില്ല. അതെന്തായിരുന്നത്? തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തള്ളിപ്പൊളി വണ്ടി, ഈ തള്ളിപ്പൊളി വണ്ടി, തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തള്ളിപ്പൊളി വണ്ടി, ഈ തള്ളിപ്പൊളി വണ്ടി. അയ്യോടെ പോയി. അയ്യോ. എന്തായാലും അങ്കിളിനെ കരയിച്ചു കളഞ്ഞു. സൂപ്പർ. അപ്പോൾ വേലായുധ പിള്ളയുടെ ഈ പാട്ട് കേട്ടിട്ട് എനിക്ക് ഒരു അത്ഭുതം എന്താണെന്നറിയോ? ഈ പാട്ടിൽ 2 ടൈപ്പ് താളമുണ്ട്. ഒന്ന് 6/8 പോകുന്നതിൻ്റെ ഇടക്ക് ഇത് കോമൺ ടൈമായി മാറും. അതൊന്നും ആശാട്ടി അറിഞ്ഞിട്ടേ ഇല്ല. വിട്ട പോക്ക് പോവാണ്, എല്ലാം കറക്റ്റായിട്ട് വീഴുന്നുമുണ്ട്. ഈ പാട്ടിനെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ട ഒരു സംഭവം ഇതിൻ്റെ ശ്രുതിയോ ഇതിൻ്റെ താളോ അല്ല, ഇതിന് കൊടുക്കേണ്ട എക്സ്പ്രഷനാണ്. മോളുടെ ഇത്ര വളരെ സിമ്പിളായിട്ട് പാട്ട് തോന്നും, പക്ഷെ അവസാനമൊക്കെ വരുമ്പം വളരെ നല്ല എക്സ്പ്രഷൻസ്, ശരിക്കും സങ്കടപ്പെട്ട് പാടുന്ന പോലെയൊക്കെ പാടിയില്ലേ? അതിനൊക്കെ വലിയൊരു കയ്യടി ഞങ്ങൾക്ക്. സൂപ്പർ. എനിക്ക് എപ്പോഴത്തെയും പോലെ ഒരു ചെറിയ സംശയമുണ്ട്. കണ്ടക്ടറിന്റെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു ലൈൻ ഉണ്ടല്ലോ, ആളുകളൊന്നും നേരം കാളക്കൂട്ടര പോലെ ചീറ്റും ആയി ചീറും ആയി തുമ്മും ആയി അതെ എനിക്ക് ഈ ചീറ്റും ആയി ചീറും ആയി തുമ്മും ഇതൊക്കെ ഈ ബസ്സിൽ അലൗഡ് ആണോ? തുമ്മലും ചീറ്റിലൊക്കെ ഇപ്പൊ കോവിഡ് അല്ലേ? അപ്പൊ കണ്ടക്ടറിന് അതിനൊന്നും പറയാനില്ലേ? അതൊക്കെ പറയാനുണ്ട്. ഇല്ലേ? പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ പിന്നെ ചത്തതുപോലെ കിടക്കും റോട്ടിൽ. ഇപ്പൊ ചീറ്റവും തുമ്മൊക്കെ ചെയ്താ ഇതാ പ്രശ്നം, മനസ്സിലായോ? അപ്പൊ കണ്ടക്ടർ വേലായുധൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതെനിക്ക് അപ്പളേ അറിയാം, പണ്ടേ അറിയായിരുന്നു. അപ്പൊ ഇപ്പോഴെന്താണ് ഈ കണ്ടക്ടർ ചീറ്റലും തുമ്മലും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ബസ്സില്? അല്ലെങ്കിൽ വീട്ടിൽ പോയി ക്വാറന്റൈനിൽ നിൽക്കണോ? ക്വാറന്റൈനിൽ നിൽക്കണം. ശരി, അത് നല്ല സംഭവം. ഞാനിന്ന് രാവിലെ ദീപ അങ്കിളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നത്. ഇനി പോകുമ്പോ ഞാനൊരു പാട്ട് പാടുന്നുണ്ട്. അതെന്തായിരുന്നു സംഭവം? അയ്യോ പണി പാടിയില്ലോ, ദീപകങ്ങൾ കണ്ടുപിടിക്കാൻ ആരുമില്ലല്ലോ. അത് നേരത്തെ ഇവിടെ വന്നിരിക്കാനായിരുന്നു. നേരത്തെ ബസിന്റെ കാര്യമൊക്കെ ചോദിച്ച് അവിടെ എന്നെ ശല്യം ചെയ്തത്. ഇവിടെ വളർന്നു വരുന്നപ്പോ ഉണ്ടല്ലോ ഒരു ജിടുങ്കാമണിയായിരിക്കും, നോക്കി കഴിഞ്ഞാൽ ഇവിടെ അടി കൊടുക്കും. ഞാൻ അവിടെ വന്നിരുന്ന് മോളുടെ അടുത്ത് ചോദിച്ചു,
എനിക്ക് എവിടെ എങ്ങോട്ടാ ബസ് എങ്ങോട്ടുള്ള പോകുന്നത്. ബസ്സാണ്? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എങ്ങോട്ട് വേണമെങ്കിലും പോ, കേറിക്കോ, അങ്ങനെ എന്താണ്ട് പറഞ്ഞില്ലേ. പിന്നെ ഞാൻ പറഞ്ഞ കോട്ടയത്ത് പോവും. പിന്നെ ഞാൻ അറിഞ്ഞു ഈ കണ്ടക്ടർ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വന്ന് പാടാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പോകുന്നില്ല, ഞാൻ ഈ വേലായുധന്റെ അടുത്ത് വന്ന് പാട്ട് കേട്ടിട്ട് ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാം. ഓക്കെ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കൂളിംഗ് ഗ്ലാസ് മാസ്ക് ഒക്കെ ഇട്ട് ഇവിടുന്ന് അങ്ങ് പോവാം. അയ്യോ, എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു പിങ്ക് എന്ന് വെച്ചിട്ട്, പക്ഷെ അത് വീട്ടിലാ. സാറില്ല, എനിക്ക് രണ്ടുണ്ട്, ഞാൻ തരാം. പോരെ? ശരി. പക്ഷെ ഫിറ്റ് ആവോന്ന് അറിയില്ല കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പം, വലുതാ ഫാഷൻ. ഓക്കെ, മധു വാ. വേലായുധൻ പിള്ളേ എന്തോ എന്തെന്തോ എന്ന് പറയാൻ വേണ്ടാന്ന് വെച്ചു. എന്തോ കാരണം ഇത് വേലായുധൻ പിള്ള അല്ലേ. വേലായുധൻ പിള്ള എന്താ ലേഡീസ് സ്ലിപ്പർ ഒക്കെ ഇട്ട് നിക്കണത്? അത് ലേഡി വേലാരിപ്പിള്ള. ലേഡി വേലായുധൻ പിള്ളയാ? ബസിന്റെ പേരെന്താ? പന്നാസ്. പന്നാസ് പന്നാസ് എന്നാണോ അതോ ശകുന്തള എന്നാണോ? ശകുന്തള ബസ്. പാട്ട് കലക്കി കേട്ടോ, നന്നായിരുന്നു. അത്രയും ലിറിക്സ് ഒക്കെ കാണാണ്ട് പഠിച്ച് ഒന്ന് പാടിയില്ലേ. എന്തായാലും വേലായുധൻ പിള്ള പാട്ട് പറഞ്ഞ കണ്ടക്ടർ ആയത് കൊള്ളാം അല്ലേ. ഈ പാട്ട് കേട്ടപ്പോ അങ്കിളിന് വേറൊരു പാട്ട് ഓർമ്മ വന്നു. സംകൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ തിങ്കൃത തിമികിട മേളം ഭഗതം ധരി സരിഗമ തക്കിട ജത്ത തിന്തിങ്കിണ തിന്തിമി താളങ്കൃത താളം. സംകൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ തിങ്കൃത തിമികിട മേളം ഭഗതം ധരി സരിഗമ തക്കിട ജത്ത തിന്തിങ്കിണ തിന്തിമി താളങ്കൃത താളം. സംകൃതമോടെ തിരു സ്വർഗനഗർക്ക് കഞ്ചത്തെ സുന്ദരഹൂറിനി സചിത്തിരമൊത്തൊരു കഞ്ചത്തെ പിൻകതിരോനോ വിൻ പഴങ്കിതരോ നിൻ മൊഞ്ചത്തെ പിണ്ടിടുൾ മൂടി വര സംഗതി കൊണ്ട് തഞ്ചത്തെ കുന്നുന്നേ മൂടി വണ്ടിര കൊത്ത കറുപ്പു പെരുപ്പം മിന്നുന്നേ മൂടഞ്ഞിട്ട കുനിത്തത് കെട്ടഴിച്ചിട്ടവൾ പിന്നുന്നേ ആണ പേടുൾ മാടം വരി വരെ സുത്ത കാമനിൽ വളപൊത്ത മികനുസലം പട്ടത്തളി പതർ മട്ടത്തിരുമുഖ തകതകജം തകതാതിങ്കിണ കൃതി കിട സംസരിതം കില്ല തകധീമി താളങ്കൃത ജുഞ്ചുമൃതം സ്വർഗതലമീലെ പല ധ്വനി കളിച്ചിരി കുളതികൾ സംകൃത പമകരി തങ്കത്തുങ്ക തതിങ്കിണ തിങ്കൃത തിമികിട മേളം ഭഗതം ധരി സരിഗമ തക്കിട ജത്ത തിന്തിങ്കിണ തിന്തിമി താളങ്കൃത താളം. മേഘനക്കുട്ടി എന്തോ കലക്കി കേട്ടോ. കലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് കലക്കാനൊന്നുമില്ല. ഡ്രസ് എന്ന് പറഞ്ഞാൽ അത് കലക്കി, പാട്ട് കലക്കി, ഭാവങ്ങൾ കലക്കി, അവസാനത്തെ കരച്ചിൽ കലക്കി. ഇനി എന്താ കലക്കാനുള്ളത്? അല്ലെങ്കിൽ കലക്കിന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും വല്ല എന്താ പറയാ രസമോ ചോറോ അതിനകത്ത് ഞങ്ങൾ രസത്തിനകത്ത് എടുത്ത് ഇട്ടിട്ട് കലക്കി കുടിക്കും. അതെ, അപ്പൊ നല്ല രസമായിരിക്കും. മോളി പാട്ട് പഠിച്ചപ്പം അതിന്റെ വീഡിയോ കണ്ടായിരുന്നു. ഇപ്പോഴും തള്ളുന്നതും പിന്നെ അടിക്കുന്നതും പിന്നെ ഞാൻ നേരത്തെ അയ്യോ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് അടിച്ചിട്ട് വീഴുന്നതും പിന്നെ കരയുന്നതും അങ്ങനെയൊക്കെ ഉണ്ട്. ഉണ്ട്. അതിനകത്ത് അപ്പൊ ആരാ അഭിനയിച്ചത്? ഒരാള് തള്ളു 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഒരാൾ അഭിനയിച്ചില്ലേ? അഭിനയിച്ചത് വേറെ ഏതൊരു ആള്, ആ പറഞ്ഞൊന്നുമില്ല. പിന്നെ ലിറിക്സ് എഴുതിയത് ഭാസ്കരൻ മാഷ്, പിന്നെ ഉമ്മർ എന്ന് പറഞ്ഞിട്ടൊരു മാഷ്. ഉമ്മർ. സിനിമയുടെ പേരെന്താ? സിനിമയുടെ പേര് ആഭിജാത്യം. പറഞ്ഞേ ആഭിജാത്യം. കണ്ടിട്ട് ഹിന്ദി പോലെ ഉണ്ട് പറഞ്ഞേ കേക്കട്ടെ. ആഭിജാത്യം. അങ്കിള് പറഞ്ഞ പോലെ ഇത് പാടി അതിനകത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ പേരാണ് അടൂർ ഭാസി. വലിയ നടനാണ്. ഇപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോ മോള് അപ്പ തമാശ പറഞ്ഞിട്ട് ഞങ്ങളെ ചിരിപ്പിക്കുന്നില്ലേ, അതിന്റെ രാജാവായിരുന്നു അടൂർ ഭാസി. അപ്പോ അങ്കിൾ ഇതേ കണക്ക് തമാശയൊക്കെ പറയുന്ന ഒരാളാണ് സെറ്റിലൊക്കെ, സിനിമ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞൊരു തമാശ തെറ്റായിട്ട് എടുത്തിട്ട് വേറൊരു നടന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം കംപ്ലൈന്റ് കൊടുത്തു ഞങ്ങളുടെ സംഘടനയിൽ. അദ്ദേഹത്തിന് അന്ന് സംഘടനയുടെ പ്രസിഡന്റ് മധു എന്ന് പറഞ്ഞ ഭയങ്കര വലിയ നടനാണ്. അപ്പോൾ മധു സാർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. മധു സാർ ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് അതിങ്ങനെ എന്നെ പറ്റി തമാശ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തെ പറ്റി അല്ല ഞാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു, അതായത് അടൂർ ഭാസിയെക്കുറിച്ച്. അടൂർ ഭാസി തുടക്കത്തിൽ കൊമേഡിയൻ ആയിരുന്നു. അപ്പം ഇദ്ദേഹം സെറ്റിലൊക്കെ ഭയങ്കര തമാശകൾ പറയും. അപ്പം
ഈ നായകന്മാരെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് അത് ഒരു കോമേഡിയൻ ഇങ്ങനെ നമ്മളെയൊക്കെ കളിയാക്കി തമാശ പറയുന്നു, അയാൾ ഇങ്ങനെ എപ്പോഴും തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നു, അത് ശരിയല്ലല്ലോ. അപ്പൊ കുറച്ച് നാൾ നമുക്ക് അയാളെ നമ്മളെ സിനിമകളിൽ ഉൾപ്പെടുത്തണ്ട എന്നൊരു തീരുമാനം വെച്ചു. അപ്പൊ മൗസാർ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. കാരണം നമ്മളുടെ സിനിമാ സെറ്റ് ഇംപ്രവൈസേഷനും ഒരുപാട് പുതിയ പുതിയ ആശയങ്ങളും തമ്മിലുള്ള തമാശകളും ഒക്കെ നിറഞ്ഞത് കൊണ്ടാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. ആ നായകന്മാർക്ക് മനസ്സിലായിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയില്ല. ഒഴിവാക്കിയിരുന്നെങ്കിൽ ഏറ്റവും സർഗപ്രതിഭയായിട്ടുള്ള ഒരു നടനെയും സംവിധായകനെയും എഴുത്തുകാരനെയും പാട്ടുകാരനെയും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടേനെ. അപ്പോൾ മോള് ആ ജനിസിൽപ്പെട്ടാണ്. കാര്യം പഠിച്ചു വെച്ചിട്ടുള്ള തമാശയല്ല, നമ്മൾ പറയുമ്പോൾ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് തമാശ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ മോളുടെ ഈ പാട്ടിലൂടെയും മോളുടെ സംസാരത്തിലൂടെയും നമുക്കിവിടെ ഓർമ്മിക്കാൻ പറ്റി. ഓൾ ദി ബെസ്റ്റ്. കുട്ടി ഇനി എന്താ വേണ്ടേ? ഗ്രേഡ് മതി. ഏത് ഗ്രേഡാ വേണ്ടേ? ഗോൾഡൻ. ഗോൾഡൻ ക്രൗൺ ഇന്ന് കൊണ്ടുവന്നില്ലേ? പറയണ്ടേ? വരുന്നുണ്ട്. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്കിള് കൊണ്ടുവന്നേനെ. ഞങ്ങൾ അങ്കിൾ അവിടെ കൊണ്ടുവയ്ക്കുന്നത്, ഇവരാ പെറുക്കി തരുന്നത്. നീ എന്ത് വേണം? ഇനി എന്താ വേണ്ടേ? പറയൂ, പെട്ടെന്ന് പറയൂ. അത് മതിയോ? ട്രിപ്പിൾ ലോവും അങ്കിള് കൊണ്ടുവന്നില്ല. നോക്കട്ടെ, എക്സ്ട്രീം തപ്പി നോക്കി. നോക്ക്, ശരിക്കും നോക്കണം കേട്ടോ. ഒറ്റ എണ്ണം. അത് എങ്ങനെ കിടന്നതെന്ന് എനിക്ക് വേലായുധപ്പിള്ളേ, യു ഗെറ്റ് എക്സ്ട്രീം. ആടിയൊരു വേലപ്പണ്ണം പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. അപ്പോ വേലായുധപ്പിള്ളേ, നമുക്ക് മറ്റേ കണ്ണട വേണ്ടേ? എന്റെ അടുത്ത് നേരത്തെ ചോദിച്ചില്ലേ? തരട്ടെ ഞാൻ? അങ്ങോട്ട് വരട്ടെ? ഏതാ ഇഷ്ടം? ഇതാണോ? അതെന്താ ഇതല്ലേ അങ്കിള് രാവിലെ ഇട്ടത്? ഇത് കണ്ടിട്ടേ ഇട്ടാല് കണ്ണൊന്നും കാണാത്തവർ കണ്ണ് കാണാത്തവരിടുന്ന കണ്ണട അല്ലേ അങ്കിൾ ഇട്ടത്? ശരി, അന്ന് വാവ ഇതെടുത്തോ. ഏതാ ഇഷ്ടം വെച്ചാ? നല്ല സ്റ്റൈൽ ഉണ്ടല്ലോ കാണാൻ. ഇതാണോ കണ്ണ് കാണാത്തവന്മാരെ പോലെ തോന്നിയത്? എന്നാ പിന്നെ എന്നാ കണ്ണ് കാണുന്നില്ല, അങ്കിളിനൊന്ന് റൂമിലാക്കി തരുമോ? വാ. അപ്പൊ കഴിഞ്ഞു അല്ലേ? ഇനി നിന്റെ റൂം എത്തി പൊക്കോളോ? ഇനി ഞങ്ങള് പോട്ടെ. അപ്പൊ അടുത്ത ഇപ്രാവശ്യത്തെ പേര് വേലായപ്പൻ പിള്ള അല്ലേ? അടുത്ത പ്രാവശ്യം ഈ പേരൊക്കെ മാറ്റില്ലേ? തിരിച്ച് മേഘനായിട്ടല്ലേ വരിക? ആ, അപ്പൊ ഏത് പാട്ടാ അടുത്ത പ്രാവശ്യം പാടാൻ പോകുന്നത്? സീക്രട്ട് എപ്പോഴും വെക്കല്ലേ, ഒന്ന് പറഞ്ഞു തരുമോ? അതെങ്ങനെയാ ട്യൂൺ അതിന്റെ? നാഴിയരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോണം. പൊളിച്ചു. ഇത് അടിച്ചു പൊളിക്കാൻ പോകുന്ന പാട്ടാ. ഓക്കെ, അപ്പൊ കാണാം. യെസ്. खुदा से आर्ज़ मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा, हाय मोहब्बत का हर एक लम्हा
तेरी बाहों में अब गुजरे। तू बड़ी माशा अल्लाह का है अब्दुल्ला, तेरे जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। तू बड़ी माशा अल्लाह का है अब्दुल्ला, तेरे जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। है तेरे आशिक किस बात का शर्माना, किस बात का शर्माना। तू सीने से लगा लेना, चलेगा बहाना, ना चलेगा बहाना। हुस्न लाजवाब है, हुस्न लाजवाब है, खुली हुई किताब है, खुली हुई किताब है। पर्दा सरकाना, ओ जलवा दिखलाना। हम नहीं बेगाने, माने या ना माने हम तेरे दीवाने। तू बड़ी माशा अल्लाह का है अब्दुल्ला, तेरे जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। जाम जवानी का तू होठों से पिला दे, पिला दे। रंग भरी महफिल में तू गुल नया खिला दे। ये अदाएं कमाल है, ये हुनर बेमिसाल है। जाम जवानी का तू होठों से पिला दे, होठों से पिला दे। रंग भरी महफिल में तू गुल नया खिला दे, गुल नया खिला दे। ये अदाएं कमाल है, ये अदाएं कमाल है, ये हुनर बेमिसाल है, ये हुनर बेमिसाल है। ये समा सुहाना, अरमान मिठाना। हम नहीं अनजाने, माने या ना माने हम तेरे मस्ताने। तू बड़ी माशा अल्लाह का है अब्दुल्ला, तेरे जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। മധുവങ്ങളെ, നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ടുഡേസ് ബെസ്റ്റ് പെർഫോമർ ഈസ് ഹനൂന. വെൽക്കം ഹനൂന ഓൺ സ്റ്റേജ്. ഹനൂനയ്ക്ക് GRBE നൽകുന്ന ഒരു സമ്മാനം. പാട്ടൊക്കെ കേട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.